ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വകാര്യ ബസ്സുകളിലും KSRTC ബസ്സുകളിലും യാത്ര ചെയ്യുന്നത്. നമ്മളിൽ പലരും യാത്ര ചെയ്യാറുണ്ടല്ലേ? ഡ്രൈവർമാരിലും ബസ് ജീവനക്കാരിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഓരോ യാത്രക്കാരനും ആ ബസ്സിലേക്ക് അങ്ങ് കയറുന്നത്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നമ്മൾ കണ്ടിട്ടുള്ളത്. പത്തനംതിട്ട നഗരത്തിൽ സംഭവിച്ച ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കണ്ടില്ലേ, ആ യാത്രക്കാരൻ ഫുട്ബോർഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വലിച്ചു കൊണ്ടുപോവുകയാണ്. പത്തനംതിട്ടയിലെ ഈ ദൃശ്യം ഒറ്റപ്പെട്ട ഒന്നല്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിത്യേന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിയമം ലംഘിച്ചുള്ള ഡ്രൈവിംഗിനെതിരെയും സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെയും വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ ഇനിയും നിരവധി ജീവനുകൾ നിരത്തിൽ പൊലിയുമെന്ന് ജനങ്ങൾ പറയുന്നു. നമുക്ക് ഒരു യാത്രക്കാരന്റെ പ്രതികരണം കൂടിയൊന്ന് കേൾക്കാം. പൊതുജനങ്ങൾ നിസ്സഹായരാണ്. കാരണം വേണ്ടപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. പോലീസ്, വേണ്ടപ്പെട്ട RTO ഓഫീസോ ഇവരുടെ കാര്യക്ഷമതയില്ലായ്മയുമാണ് ഈ സംഗതികൾ ഇങ്ങനെ നടക്കുന്നത്. സ്ട്രിക്റ്റായിട്ട് വിജിലൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഈ അപകടങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ എന്നും ഇത് റിപ്പീറ്റ് ആവുന്നതിന് എന്താ ഉദ്ദേശിക്കുന്നത്? പോലീസ് വേണ്ട രൂപത്തിൽ അത് പ്രവർത്തിക്കുന്നില്ല, RTO വിഭാഗത്തിൽ നിന്ന് വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ഇതിന് പ്രധാന കാരണം. കണ്ണിലേക്ക് കയറി ഇത്രയും അപകടം എന്നും ഉണ്ടാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല? എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അതാ പറഞ്ഞത്. ഇതൊക്കെ കാണണം, വേണ്ടപ്പെട്ടവർ കാണണം. എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? ഇതൊക്കെ ഒന്ന് കാണണം.